ഒരിടത്തൊരിടത്തൊരു ദുഷ്ടയായ മന്ത്രവാദിനി ഉണ്ടായിരുന്നു. ആഗ്രഹിച്ചത് എന്ത് കൊടുത്ത് നേടുക എന്നായിരുന്നു അവരുടെ ശീലം. നിന്റെ വിധി ഞാൻ മാറ്റിമറിക്കും. ദിവസം മന്ത്രവാദിനി ഒരു രാജകുമാരൻ നദിക്കരയിൽ കാലി കഴുകുന്നത് കണ്ടു. രാജകുമാരന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടയായ മന്ത്രവാദിനിക്ക് രാജകുമാരനെ എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്നായി ചിന്ത. എന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അങ്ങനെ ഒരു നാളിൽ രാജകുമാരനെയും രാജകുമാരിയെയും കാട്ടിൽ വെച്ച് മന്ത്രവാദിനി കണ്ടു. അതിലവർക്ക് വളരെ അസൂയ തോന്നി. എന്നെ ഒഴിവാക്കി അവളോടൊപ്പം സന്തോഷിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. മന്ത്രവാദിനി ഒരു മാന്ത്രിക മരുന്ന് ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് രാജകുമാരന് കൊടുത്താൽ അതിൽ രാജകുമാരൻ വീഴുകയും രാജകുമാരൻ അവർക്ക് അടിമയാകുകയും ചെയ്യും. ഈ വെള്ളം രാജകുമാരൻ കുടിച്ചാൽ പിന്നെ അവൻ എന്നെ പിരിയാൻ കഴിയില്ല. അവൻ എന്റെ അടിമയായി മാറും. അങ്ങനെ ഒരു വഴിപോക്കിയുടെ വേഷം ധരിച്ച് ആ മാന്ത്രിക കുപ്പിയുമായി രാജകുമാരിയെയും സമീപിച്ചു. പന്തികേട് തോന്നിയ രാജകുമാരനെ അത് വാങ്ങിക്കാനായി അനുവദിക്കുന്നില്ല. ഇത് കുടിച്ചാൽ എന്നും സന്തോഷവാനായിരിക്കും. വേണ്ട, എനിക്കെന്തോ പന്തികേട് തോന്നുന്നു. രാജകുമാരിയെ ദ്രോഹിക്കാനായി ഓരോ ദുർമന്ത്രവാദങ്ങൾ ഈ മന്ത്രവാദിനി പ്രയോഗിക്കുകയും രാജകുമാരിക്ക് ഉറക്കമില്ലാതാക്കുകയും അവളുടെ സൗന്ദര്യം നഷ്ടപ്പെടാനുള്ള എല്ലാ രോഗങ്ങളും അവൾക്കുണ്ടാവാനും ഇവർ മന്ത്രങ്ങൾ ജപിക്കുന്നു. ഓരോ മന്ത്രം കഴിയുമ്പോഴും രാജകുമാരിയുടെ സൗന്ദര്യം കുറയുകയും അവൾ പേടി സ്വപ്നങ്ങൾ കാണുകയും ചെയ്യും. അതിനുശേഷം രാജകുമാരൻ എന്നെ സ്നേഹിക്കും. അങ്ങനെ രാജകുമാരിക്ക് എല്ലാ രാത്രിയിലും ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ ക്രമേണ അവളുടെ ഉറക്കവും സൗന്ദര്യവും എല്ലാം നഷ്ടപ്പെടാനും തുടങ്ങി. എനിക്ക് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. കണ്ണടയ്ക്കുമ്പോൾ ഞാൻ പേടി സ്വപ്നങ്ങൾ കാണുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നെ സഹായിക്കൂ പ്രിയനെ. ദിവസേന നിന്റെ ആരോഗ്യവും സൗന്ദര്യവും ക്ഷയിച്ചു വരുന്നു. ഇതിനു പിന്നിൽ ആരാണെന്ന് ഞാൻ കണ്ടെത്തും. ആരോ എന്തോ ചെയ്യുന്നുണ്ട്, എനിക്ക് ഉറപ്പാണ്. മന്ത്രവാദിനി അവരുടെ ഓരോ നീക്കങ്ങളും മാന്ത്രിക പന്ത് വഴി കാണുന്നുണ്ടായിരുന്നു. എന്നും മന്ത്രവാദിക്ക് നിരാശയായിരുന്നു. അവളുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടിട്ടും രാജകുമാരൻ അവളെ സ്നേഹിക്കുന്നു. അവർ വേർപിരിയാനാവാത്ത വണ്ണം സ്നേഹിക്കുന്നു. ഈ ഒരു ഇത് കണ്ട് ദേഷ്യം പൂണ്ട മന്ത്രവാദിനിയുടെ അടിമകളെയൊക്കെ ഉപദ്രവിക്കുകയും അവിടെ ബഹളം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങി. അങ്ങനെ അവരൊരു ഭ്രാന്തിയെ പോലെ അവിടെയെല്ലാം ബഹളം വെക്കാനായി തുടങ്ങി. എന്നാൽ രാജകുമാരൻ അതെല്ലാം അവൾക്ക് നൽകുന്നു. എപ്പോഴും അവൾക്ക്. അവന്റെ ഹൃദയം എന്നിലേക്ക് തിരിഞ്ഞില്ലെങ്കിൽ ഞാൻ അത് ബലമായി എടുക്കും. ഭാര്യയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാണെന്ന് അറിയാൻ വേണ്ടി രാജകുമാരൻ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ടു. ഇത് എന്ത് മന്ത്രവാദം! ഇത് രാജ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാനിത് അവസാനിപ്പിക്കണം. രാജകുമാരനെ ഇവരുടെ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി പല അപകടങ്ങളും മന്ത്രവാദിനി ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. രാജകുമാരനെ എന്റെ കൈകളിലേക്ക് ആകർഷിക്കുന്ന അപകടങ്ങൾ ഞാൻ നെയ്തെടുക്കും. പുറത്തുവാ ഭീരു! തന്ത്രങ്ങൾക്ക് പിന്നിൽ ഒളിക്കുന്നത് നിർത്തുക. രാജകുമാരൻ എന്റെ കെണിയിലേക്ക് വരുന്നു. അങ്ങനെ മന്ത്രവാദിനി അതിസുന്ദരിയായ സ്ത്രീയുടെ വേഷത്തിൽ രാജകുമാരന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ധീരനായ രാജകുമാരൻ വന്നല്ലോ. ക്രൂരയായ മന്ത്രവാദിനി, എന്റെ ഭാര്യയുടെ കഷ്ടപ്പാടുകൾക്ക് പിന്നിൽ നീയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ദുർബലയായ ഒരു രാജകുമാരിക്ക് വേണ്ടി നിങ്ങൾ എന്തിനു നിങ്ങളുടെ ഹൃദയം പാഴാക്കണം? എനിക്ക് നിങ്ങൾക്ക് ശക്തിയും നിത്യതയും ആഗ്രഹവും നൽകാൻ കഴിയും. അങ്ങനെ മന്ത്രവാദിനി രാജകുമാരന്റെ അടുക്കാനായി ശ്രമിക്കുന്നു. എനിക്ക് എന്റെ ഭാര്യയെ ഒരുപാട് ഇഷ്ടമാണ്. ഒരു മാന്ത്രിക ശക്തിക്കും എന്റെ എല്ലാരെയെ എന്റെ ഹൃദയത്തിൽ നിന്ന് അകറ്റാൻ കഴിയില്ല. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ കഷ്ടപ്പെടും. നിനക്ക് എന്നെ വേണ്ട എന്ന് വേണ്ട, സ്വയം രക്ഷിക്കാൻ കഴിവില്ലാത്ത ആ ദുർബലയായ സ്ത്രീക്ക് വേണ്ടിയോ? അങ്ങനെ ദേഷ്യം പൂണ്ട മന്ത്രവാദിനി
രാജകുമാരനെ മന്ത്രവലയത്താൽ ബന്ധിക്കുന്നു. പക്ഷത്തെ രാജകുമാരനെ കാണാതെ ഇലാര ഭയങ്കരമായി സങ്കടപ്പെടുന്നു. എന്റെ രാജകുമാരൻ എവിടെയാണ്? ദൈവമേ, എനിക്ക് അവനെ ഇപ്പോൾ തന്നെ കണ്ടെത്തണം. അങ്ങനെ ഇലാര ഒറ്റയ്ക്ക് രാജകുമാരനെയും തേടി കാട്ടിലൂടെ നടന്നു. എത്തിയ ഇലാര കാണുന്നത് ബന്ധിതനായി കിടക്കുന്ന രാജകുമാരനെയാണ്. അത് കണ്ട് സങ്കടപ്പെട്ടു ഇലാര ദേഷ്യപ്പെടുന്നു. എന്റെ രാജകുമാരനെ മോചിപ്പിക്കുക. നിങ്ങളുടെ ദേഷ്യം എന്നോട് കാണിക്കുക. എന്റെ രാജകുമാരനെ മോചിപ്പിക്കുക. നിങ്ങളുടെ നിനക്ക് ഭയമില്ലേ? എന്തുകൊണ്ടാണ് നീ എന്നെ നേരിടുന്നത്? നിങ്ങളുടെ ദയ ബലഹീനതയാണ്. അത് നിങ്ങളുടെ അവസാനമായിരിക്കും. ഇത് പറഞ്ഞ മന്ത്രവാദിനി രാജകുമാരിയെ കൊല്ലാനായി ഒരുങ്ങി. അവൾ അവന്റെ മന്ത്രപ്രയോഗത്താൽ അവളെ കൊല്ലാൻ തുനിഞ്ഞു. എന്റെ മാന്ത്രിക ശക്തിയാൽ നിനക്ക് മോചനം നേടാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവളെ രക്ഷിക്കാൻ ഞാൻ വരുന്നു. അവൾ വീഴണമെങ്കിൽ പകരം ഞാൻ വീഴട്ടെ. അവരുടെ സ്നേഹത്തെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല മന്ത്രവാദിനി അവിടെ നിന്നും അപ്രത്യക്ഷയാകുന്നു. എന്നെ ഉപേക്ഷിക്കരുതേ. ദൂരെ പോകൂ. എന്റെ രോഗം മാറി. ഞാൻ ഇപ്പോൾ സുന്ദരിയായി കാണപ്പെടുന്നു. ആകാശത്തിലേക്ക് പറന്നു പോയി. അങ്ങനെ മന്ത്രവാദിനി ദൂരേക്ക് പറന്ന് ആകാശത്തിലേക്ക് പറന്ന് അകന്നു പോയി. പ്രിയനെ, നമ്മൾ നമ്മുടെ കൊട്ടാരത്തിലേക്ക് എത്തുകയാണ്. ഇനി മുതൽ നമ്മൾ എല്ലാ മന്ത്രങ്ങളിൽ നിന്നും സ്വതന്ത്രരാണ്. എല്ലാ കഷ്ടപ്പാടുകളിൽ നിന്നും ഒരു പുതിയ തുടക്കം. യഥാർത്ഥ സ്നേഹത്തെ നശിപ്പിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.